ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അധികം ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് വീഡിയോ എങ്ങനെ ഇത്ര ക്വാളിറ്റിയിൽ എടുക്കുന്നത്, എങ്ങനെയാണ് ഇത്ര ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഐഫോണൊന്നല്ല കേട്ടോ, എൻ്റെ ഒരു സാധാരണ ഒരു വിവോ Y20 ആണ്. ഒരു 2019-20 ആ സമയത്ത് ഇറങ്ങിയ ഒരു ഫോൺ. ആദ്യമൊക്കെ ഐഫോണിലായിരുന്നു റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസിൽ ചെറിയൊരു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുത്തിക്കാനായിട്ട് നമുക്ക് സംഭവം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ വീഡിയോയുടെ റേഷ്യോ ഉണ്ടല്ലോ, അത് നമ്മൾ ആ 16:9 എന്നുള്ള ഇതിലേക്ക് മാറ്റി കൊടുക്കാൻ. അതാണ് നമ്മുടെ ഡിസ്പ്ലേൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആ ഒരു കട്ട് ഇല്ലാണ്ട് നല്ലൊരു ക്വാളിറ്റിയിൽ വീഡിയോ ആദ്യം നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എടുക്കാൻ, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ബ്രൈറ്റ്നസ് കുറച്ച് നിങ്ങൾ ഓരോ വീഡിയോൻ്റെ നിങ്ങൾക്ക് എത്രയാണ് ലൈറ്റ് കാര്യങ്ങൾ വേണ്ടുന്നത് അതിന് കണക്കായിട്ട് നിങ്ങൾ സെറ്റായി കൊടുക്കുക. അതുപോലെ കോൺട്രാസ്റ്റ്, ഇപ്പോൾ ചില വീഡിയോസിൽ നമ്മൾ കോൺട്രാസ്റ്റ് കൂട്ടേണ്ടി വരും, ചിലതിന് കുറക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഏകദേശം അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ കുറച്ച് സെറ്റിംഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ വരുന്നതാണ് ഷാർപ്പ് എന്നുള്ള ഒരു സെറ്റിംഗ്സ് ഉണ്ടോ, ആ സെറ്റിംഗ്സ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. അതായത് നമ്മുടെ വീഡിയോൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഫെയ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷാർപ്പിന് കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ നമ്മുടെ വീഡിയോൻ്റെ ഏകദേശം ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടും. പിന്നെ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതുപോലെ മാക്സിമം നല്ല വെളിച്ചത്തിൽ നിന്ന് വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുക. ഏകദേശം നല്ലൊരു വെളിച്ചത്തിൽ വീഡിയോ എടുത്തതിനാൽ നമുക്ക് അത്യാവശ്യം ഓൾറെഡി നമുക്ക് ആ വീഡിയോയിൽ നമുക്ക് വേണ്ടുന്നത് കിട്ടും. പിന്നെ നമ്മൾ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് നമുക്ക് എന്ത് സാധനമാണ് വേണ്ടത് അത് നമുക്ക് ഫോക്കസ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ആയിട്ട് മെയിനായിട്ട് എടുക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ HSL എന്നുള്ളതുണ്ട്, നമുക്കിതിൽ ചില വീഡിയോ നമുക്ക് പ്രത്യേകതരം കളർ അത് കൂട്ടാൻ കൊടുക്കാനുണ്ടാവും. അപ്പോൾ അത് ഏത് കളറാണ് നിങ്ങൾക്ക് കൂട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി അത് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താലും മതിയാവും. അങ്ങനെ ഓരോ സെറ്റിംഗ്സ് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ജസ്റ്റ് എന്നോട് ഫ്രണ്ട്സ് ചോദിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. അറിയുന്ന ആൾക്കാർ ഈ ഭാഗത്തേക്ക് വരണ്ട, സോറി കേട്ടോ. അറിയാത്ത ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വീഡിയോ സേവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മാക്സിമം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം വെളിച്ചത്ത് നിന്നിട്ട് എടുക്കാൻ നോക്കുക വീഡിയോ. അത് മാത്രമല്ല, ഫോക്കസ് ചെയ്യുക. നമ്മൾ ഒരു ഒബ്ജക്റ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിലേക്ക് മാത്രം മാക്സിമം ഫോക്കസ് ചെയ്ത് വെക്കുക. ഇതാ ഇപ്പോൾ കണ്ടോ, ഇതുപോലെ താഴെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് എത്ര അഡ്ജസ്റ്റ് വേണമെങ്കിൽ ഇതിൽ ചെയ്യാം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫിൽറ്റർ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് ക്ലിയർ എന്ന് പറഞ്ഞൊരു ഫിൽറ്ററാണ്. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ആ ഫിൽറ്റർ ഇട്ടാൽ തന്നെ ഓൾറെഡി നമുക്ക് വരും. ആ ഫിൽറ്റർ നമ്മൾ ഓക്കെ എടുത്ത് കൊടുത്താൽ ഇതുപോലെ താഴെ ഇങ്ങനെ വരും. അതിപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ ഓരോ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ എല്ലാത്തിനും ഈ ഒരേ ഫിൽറ്ററാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് കാണുന്ന ഒരു ബാറിൽ പിടിച്ച് എത്ര നിങ്ങൾക്ക് വേണ്ടുന്ന ആ വീഡിയോൻ്റെ എൻഡ് വരാൻ അങ്ങോട്ട് നീട്ടി വെക്കുക. അത്രേ ഉള്ളൂ മെയിനായിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ സേവ് ചെയ്യുമ്പോൾ നമ്മൾ റെസൊല്യൂഷൻ കണ്ടോ, അധികം 1080 2K അതൊക്കെ ഉണ്ടാകാൻ നമ്മളൊരു 2K 4K വെച്ച് കൊടുത്താൽ അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റിയിൽ വീഡിയോ സേവ് ആവും. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റും 60 വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ കോഡ് റേറ്റ് കണ്ടോ, MBPS, അത് നമ്മുടെ പിക്ചറിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനം. അത് നമ്മൾ മാക്സിമം ഹൈയിൽ വെച്ച് കൊടുത്താൽ നമുക്ക് അത്രയും പിക്ചറിൻ്റെ ക്വാളിറ്റി കിട്ടും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ വീഡിയോയുടെ ഒരു അത്യാവശ്യം നമ്മൾ ആദ്യത്തെ പോലെ അല്ലല്ലോ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ആയി. വീഡിയോ ഇപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ മോഡിൽ എടുത്തതുപോലെ തന്നെ. അപ്പോൾ ഇത്ര സിമ്പിളാണ് സംഭവം. നമുക്ക് വീഡിയോ എടുക്കാൻ ഐഫോണിൻ്റെ വലിയ ക്യാമറേൻ്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം വീഡിയോ എടുക്കാനുള്ളൊരു ചെറിയൊരു മെൻറ്റാലിറ്റി മതി നമുക്ക്. അതിനോടുള്ളൊരു ക്രേസ് അത്രേ വേണ്ടു. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ആയിക്കോളും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.